ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റൈസ് മുഹമ്മദ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുസുക്കി ആക്സസ് 125ൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നുള്ള ഒരു അപ്ഡേറ്റഡ് മോഡലാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കാണുന്നത് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. ഇതിൽ എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആയിട്ടുള്ള ടോപ്പ് വേരിയൻ്റ് ആണ്. ശരിക്കും നമുക്കിതിൽ 3 വേരിയൻസ് ആണ് വരുന്നത് കേട്ടോ. ഒരു ബേസ്, ഒരു മിഡിൽ, ഒരു ടോപ്പ് മോഡൽ. അതിൽ ടോപ്പ് വേരിയൻ്റ് ആണ്. അതിലൊരു ബീച്ച് കളർ വരുന്ന വണ്ടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇതിന് മുന്നത്തെ മോഡലായിട്ട് കമ്പയർ ചെയ്ത് വേണം പറയാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങിയ സമയത്ത് തന്നെ ഒരുപാട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെയിലായിട്ടുള്ള നല്ല സക്സസ് ആയിട്ടുള്ള ഒരു മോഡലാണ് ആക്സസ് 125 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് മോഡൽ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നമുക്കെന്ത് കമ്പയർ ചെയ്തിട്ട് വേണം പറയാൻ കേട്ടോ. പിന്നെ മെയിൻലി നമ്മൾ ആ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി കുറച്ചും കൂടെ മുന്നത്തെ ആ ഒരു മോഡലിൻ്റെ ആ ഒരു ഡിസൈനാണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടുള്ളത്. ഇത് മോശമാണെന്നല്ല, നമുക്കിത് പെട്ടെന്ന് ഇഷ്ടപ്പെടാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നത്തെ മോഡൽ അത്യാവശ്യം നല്ല ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ളൊരു ഡിസൈനും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു ഡിസൈൻ കണ്ട് ശീലിച്ചത് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു അപ്ഡേറ്റ് പോലെ ഇങ്ങനെ വണ്ടി വേറൊരു മോഡൽ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് കണ്ട് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ്. എന്തായാലും നമ്മൾ റോട്ടിൽ കുറേ വണ്ടികൾ കണ്ട് എന്തായാലും നമ്മൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. മാത്രമല്ല ഒരുപാട് നല്ല ഫീച്ചേഴ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ല. ഫ്രണ്ടിൽ ആ ഒരു ഡിസൈൻ കാര്യങ്ങൾ നോക്കാം. നമുക്ക് പഴയ ആ ഒരു സെയിം മിറർ തന്നെയാണ് കൊടുത്തുള്ളത് കേട്ടോ. ആ ഒരു ഡിസൈനും കാര്യങ്ങളും മാറിയിട്ടില്ല. പിന്നെ ഈ ഹെഡ് ലാമ്പിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. ഈ ഒരു ക്രോം പാനൽ മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ഇത് കുറച്ചും കൂടെ ഇവിടേക്ക് ഷാർപ്പായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇതിൽ ഒരു സ്റ്റിക്കർ ഉണ്ട്, ഇത് ഒഴിവാക്കട്ടെ കേട്ടോ. നമുക്ക് മുന്നത്തെ മോഡലിൽ നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സെപ്പറേഷൻ ആയിരുന്നു, മേലെ ഒരു പോർഷനും അടിയിലൊരു പോർഷനും, ഒരു സെക്ഷനിൽ ഹൈ ബീമും ഒരു സെക്ഷനിൽ ലോ ബീമും ആയിട്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ 3 പാർട്സ് ആയിട്ടാണ്. ഇവിടെ നമുക്ക് ഈ 2 സൈഡിൽ ലോ ബീമും സെൻറ്ററിൽ ഹൈ ബീമും ഇട്ടു. അപ്പോൾ നമ്മൾ ഈ ഒരു പാസ് അടിച്ച് നമ്മൾ ഹൈ ബീം ഇട്ട് നോക്കുകയാണെങ്കിൽ സെൻറ്ററിൽ ആ ഒരു പോർഷൻ ഉണ്ടോ. അപ്പോൾ ആ ലൈറ്റ് നമുക്ക് ഇങ്ങനെ 2 പാർട്ടായിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ 3 പാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും ലോ ബീമും ഇത് ഹൈ ബീമും ആയിട്ടാണ് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം ഇതിങ്ങനെ വന്നിട്ട് ഇവിടെ അത് മൊത്തത്തിലില്ല, റൗണ്ട് ചെയ്തിട്ടില്ല. ഇവിടുന്ന് ഇതാ ഇങ്ങനെ ഒരു ക്രോം പ്ലേറ്റ് ആണ് കൊടുത്തുള്ളത്. ആ ക്രോം പ്ലേറ്റ് ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ മുകളിൽ കാണാനായിട്ട് ഒരു ക്ലാസി ലുക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കളറും നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു സെയിം പ്ലേസിൽ തന്നെ നമുക്ക് സുസുക്കിയുടെ ലോഗോ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഈ ഒരു LED DRL യൂണിറ്റും കൂടെ കണ്ടോ. ഒരു DRL ആണ് ഇത്. അപ്പോൾ ഒരു DRL യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് U ഷേപ്പിലാണ് കേട്ടോ. അതെന്തായാലും ഞാൻ അതിൻ്റെ ഒരു റീസൺ, എനിക്ക് തോന്നിയ റീസൺ എന്താണെന്നുള്ളത് ഞാൻ ബാക്കിലേക്ക് വരുന്ന സമയത്ത് പറഞ്ഞുതരാം. അപ്പോൾ പിന്നെ ഞാനിതാ ഇവിടെ ഒരു പ്ലാസ്റ്റിക് കവർ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്, നമ്മൾ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻഡിക്കേറ്റർ മുന്നത്തത് കുറച്ച് ഇങ്ങനെ ഒരു ഡിസൈൻ ആയിരുന്നു, ഇങ്ങനെ താഴേക്ക് വന്നിട്ട് കുറച്ചും കൂടെ ഈ ഭാഗം വരെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു. ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് കേട്ടോ. പക്ഷേ ഇത് കുറച്ചുകൂടെ മേലേക്ക് കയറിയിട്ട് നമ്മുടെ ഫസ്റ്റ് മോഡൽ, അതായത് ആദ്യം വന്നിട്ടുള്ള ഒരു ആക്സസ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുമെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ഭാഗം നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യണത്, അതായത് ആദ്യമായിട്ട് നമുക്ക് ഫസ്റ്റ് ജനറേഷൻ ആക്സസ് വന്ന സമയത്ത്, ആക്സസ് 125 വന്ന സമയത്തുള്ള ആ ഒരു ഡിസൈനിനോട് സാമ്യമുള്ള ഒരു തരത്തിലാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ടിൻ്റെ ഈ ഒരു പോർഷൻ, അതായത് ഈ ഫ്രണ്ട് പാനലും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നത്. പിന്നെ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കണ്ടോ. ഈ സ്റ്റോറേജ് സ്പേസ് നമുക്ക് മുമ്പത്തെ മോഡലിൽ ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ചാർജിങ് പോർട്ട് ഉണ്ട്, USB Type A ചാർജിങ് പോർട്ട് ഉണ്ട്. അതിൽ നമുക്ക് ഫോൺ ചാർജ് ചെയ്ത് ഇവിടെ വെക്കാൻ വേണ്ടിയുള്ള സ്പേസ് ആയിരുന്നു. അത് അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഇവിടെയും കൂടെ കൊടുത്തിട്ടുണ്ട്. ആ റിഫ്ലക്ടർ ഇതേപോലെ തന്നെ ആ സൈഡിലും ഉണ്ട്, 2 സൈഡിലും റിഫ്ലക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് സാധനങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള ചെറിയൊരു ഹുക്ക് കാണാം. പിന്നെ ഇവിടെ സ്പേസ് കുറച്ചുകൂടെ കൂട്ടിയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒന്നുകൂടെ ഫ്ലാറ്റ് ആക്കിയിട്ട്. പിന്നെ ഇനി മേലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും പറഞ്ഞുതരാം. അതിന് മുന്നേ ഇത് എഞ്ചിൻ കിൽ സ്വിച്ച്, അതുപോലെ തന്നെ സ്റ്റാർട്ട് അതിൻ്റെ ഒരു സ്വിച്ചാണ്. ഇപ്പോൾ സൈഡ് സ്റ്റാൻഡിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, അറിയാലോ. സൈഡ് സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആവും. ഒരു ഹസാർഡിൻ്റെ സ്വിച്ച്, ഡെഡിക്കേറ്റഡ് ഹസാർഡ് സ്വിച്ച് നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് പഴയ മോഡലിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഹസാർഡും കൂടെ ഓൺ ആക്കാം. അപ്പം അങ്ങനെ ഹസാർഡ് നമ്മളിപ്പോൾ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഡബിൾ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ സംഭവം, ഹസാർഡ് നമുക്ക് ഓൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇത് കണ്ടോ, ഇത് ഹൈ ബീം, ലോ ബീം, അതുപോലെ തന്നെ കൂടെ ഒരു പാസിനുള്ളൊരു സ്വിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാസ് ലൈറ്റ്, അതായത് കണ്ടോ പാസിനുള്ളൊരു പാസ് സ്വിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാസിന് വേണ്ടിയിട്ട്, അതായത് ഹൈ ബീം നമുക്ക് ബ്ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാസ് സ്വിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ഹോൺ നോക്കിയാലോ, നോർമൽ പഴയ ഹോൺ തന്നെയാണ്. പിന്നെ നമ്മൾ ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സീറ്റ് കണ്ടോ, അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള, അതുപോലെ തന്നെ നല്ല ലെങ്ത്തുള്ളൊരു സീറ്റാണ്. ശരിക്കും 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റാണ്. 3 പേർ ഇരിക്കാൻ പാടില്ല, എന്നാൽ പോലും 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന അത്രയും വലിയ സീറ്റാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല ഒരു എർഗണോമിക് ആയിട്ടുള്ള, നമുക്ക് ഇരുന്നാലും നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന, ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾ അത്യാവശ്യം കയറി ഇരുന്ന് കഴിഞ്ഞാലും ഈ ഒരു സൈഡൊക്കെ കണ്ടോ അത്യാവശ്യം നല്ലൊരു, പിന്നെ നല്ല കുഷനിങ്ങും കൂടെ ഉള്ള സീറ്റാണ്. അപ്പം നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഡിസൈൻ, ഈ ഒരു സൈഡ് പാനലിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. മുന്നത്തിനേക്കാളും കുറച്ചും കൂടെ സ്പോർട്ടി ലുക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് കട്ടിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒന്നും കൂടെ സ്പോർട്ടി ആക്കിയിട്ടുണ്ട്. അപ്പം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ കുറച്ചും കൂടെ ഒന്ന് ക്യൂട്ടായി ഒരു ചെറുതാക്കിയിട്ടുണ്ട് വണ്ടി. മൊത്തത്തിൽ നമുക്ക് ആ സൈസ് ഒന്ന് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യും.
അതുപോലെ തന്നെ നമുക്ക് ആക്സസ് എന്നുള്ള ഒരു ബാഡ്ജ് വന്നിട്ടുണ്ട്. ആ ബാഡ്ജിൽ ഒരു കാര്യം മിസ്സിംഗ് ഉണ്ട്. എന്ന് വെച്ചാൽ മുന്നേ നമുക്ക് ഇവിടെ ഒരു 125 എന്നും കൂടെ ഉണ്ടായിരുന്നു. ആ 125 ഇപ്പോൾ അവർ ഒഴിവാക്കിയിട്ടുണ്ട്, ഒരു കോസ്റ്റ് കട്ടിംഗ് ആയി ചെയ്തിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് അടിയിൽ സുസുക്കി ഇക്കോ പെർഫോമൻസ് SEP എന്ന് പറഞ്ഞൊരു ബാഡ്ജും കൂടെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു എഞ്ചിൻ്റെ ഒരു പ്രത്യേകതയാണ്, എന്തോ ഒരു അതിൻ്റെ ഒരു ടെക്നോളജിയാണ്. ശരിക്കും ഇതിൽ ഏകദേശം ഒരു 1.5 NM ടോർക്ക് എന്തോ മാറ്റം വ്യത്യാസമുണ്ട്. അപ്പോൾ വണ്ടിയുടെ ടോർക്ക് കൂടിയിട്ടുണ്ട്, BHP സെയിം ആണ്. അപ്പോൾ ടോർക്ക് കൂടിയെന്ന് വെച്ചിട്ട് നമുക്കിതിൽ മൈലേജിൽ യാതൊരു കുറവും വന്നിട്ടില്ല, മൈലേജ് കൂടാണ് ചെയ്തിട്ടുള്ളത് എന്ന് അവർ പറയുന്നത്. അതായത് ഏകദേശം 64 കിലോമീറ്ററാണ് കമ്പനി, 64+ ആണ് ശരിക്കും കമ്പനി പറയുന്ന മൈലേജ് കിട്ടും. എന്തായാലും ഒരു 55 to 60 എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും അതാണ് ആ ഒരു SEP എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിലേക്ക് വരുന്ന സമയത്ത് ബാക്ക് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. ബാക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൻറ്ററിൽ ഇത് കണ്ടോ, അത് മൊത്തം ഒരു LED യൂണിറ്റ് ആണ്. നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് മാത്രമാണ് ഹാലജോൺ വന്നുള്ളത്. മാത്രമല്ല ഇവിടെയും ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ട U എന്നുള്ള ആ ഒരു ഷേപ്പിലാണ് ആ ഒരു ബാക്കിൽ ആ ഒരു ടെയിൽ ലാമ്പ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ബ്രേക്ക് ലൈറ്റ് കണ്ടോ, 5 LED ലൈറ്റുകൾ കൊടുത്തിട്ട് LED ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഈ ഒരു U ഷേപ്പിൻ്റെ ആ ഒരു പ്രത്യേകത എന്താണെന്നുള്ളത്. ഫ്രണ്ടിൽ ആ ഒരു അതേപോലെ തന്നെ U ഷേപ്പിലാണ് ആ ഒരു DRL വന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം കേട്ടോ, സുസുക്കി എന്നുള്ള ഈ ഒരു പേരിൽ കണ്ടോ 2 U വരുന്നുണ്ട്. ആ U റെപ്രസെൻറ്റ് ചെയ്യുന്ന തരത്തിലാണ് ശരിക്കും അവർ ആ ഒരു ടെയിൽ ലാമ്പിലും ഫ്രണ്ടിലെ DRLിലും U ഷേപ്പിലുള്ള ലൈറ്റുകൾ കൊടുത്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ TVS കുറേ വണ്ടികളിൽ ആ ഷേപ്പ് വരുന്ന പോലെയും, അതുപോലെ ഹീറോയിൽ നമ്മൾ മറ്റേ എക്സ്പൾസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ H ഷേപ്പിൽ വരുന്ന ഇതിലൊക്കെയാണ് മറ്റേ DRL ഫ്രണ്ടിൽ കൊടുക്കാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്തതായിരിക്കാം മേ ബി, എന്തായാലും അറിയില്ല. പിന്നെ ബാക്കിൽ ആ ഒരു അലോയ് വീലിൻ്റെ ഒരു ഡിസൈന് ചെറിയ മാറ്റം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കിൽ ഡ്രം ബ്രേക്കാണ് വന്നിട്ടുള്ളത്. പിന്നത്തെ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് നമുക്ക് ഇവിടെ ഒരു ഫ്യൂൽ ലിഡിൻ്റെ ആ ഒരു ഓപ്പണിംഗ് വന്നിട്ടുണ്ടായി, ഓപ്പണർ വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ എന്നിട്ട് പമ്പിലൊക്കെ പോകുന്ന സമയത്ത് ചായ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഇത് തുറന്ന് ഓപ്പൺ ആക്കി കൊടുക്കണം, എന്നിട്ടാണ് നമ്മൾ ഫ്യൂൽ ചെയ്യുക. പക്ഷേ ഇതിൽ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീ നമ്മൾ ഓഫ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇവിടെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫ്യൂൽ ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു സംഭവം ഇവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈഡർക്ക് ബാക്കിലേക്ക് ഇറങ്ങി വരേണ്ട ആവശ്യമില്ല, അവിടെ ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഓപ്പൺ ആവും, ഫ്യൂൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നല്ലൊരു അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു അണ്ടർ സീറ്റ് നോക്കട്ടെ. ഓക്കെ, അണ്ടർ സീറ്റിൻ്റെ ഇവിടെ തന്നെയാണ് ഓപ്പണിംഗ് വന്നുള്ളത്. ഒരു ഓണേഴ്സ് മാനുവൽ ഉണ്ട്, പിന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ്, സ്റ്റോറേജ് കൂടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ഫ്യൂൽ ടാങ്കും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു പോർഷനിലേക്ക് നമുക്ക് ഇവിടെ സ്പേസ് ഇല്ലാത്തത്. പക്ഷേ നമുക്ക് ഫ്യൂൽ ടാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നത്തെ മോഡലിൽ ഏകദേശം 5 ലിറ്റർ ആയിരുന്നു ഇതിൻ്റെ കപ്പാസിറ്റി, ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഈ മോഡലിലേക്ക് വരുമ്പോൾ നമുക്ക് 5.3 ലിറ്റേഴ്സ് ആക്കിയിട്ട് കൂട്ടിയിട്ടുണ്ട്. ഏകദേശം 300 മില്ലി നമുക്കിതിൽ കൂടുതൽ ഫ്യൂൽ ചെയ്യാൻ വേണ്ടി പറ്റും. 5.3 ലിറ്റേഴ്സാണ് ഇതിൻ്റെ ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു നമ്മളെ ചവിട്ടുന്ന ഈ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, ഇത് മുമ്പ് വേറൊരു ടൈപ്പ് ഡിസൈൻ ആയിരുന്നു, അതൊക്കെ മാറ്റിയിട്ടൊരു അലുമിനിയം പീസ് ആക്കിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ താഴേക്ക് നമുക്ക് ആ ഒരു സെയിം ആ ഒരു ബോഡി പെയിൻറ്റും കാര്യങ്ങളൊക്കെ താഴേക്ക് നമുക്ക് ആ ഒരു സൈഡിൽ പാനൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ഇതാണ് നമ്മുടെ പുതിയ ആക്സസ് 125 എന്ന് പറയുന്നത്. എന്തായാലും നമുക്കിതിൻ്റെ ആ ഒരു ക്ലസ്റ്ററും കൂടെ നോക്കാം, അതായത് ഈ ഒരു മീറ്ററിൻ്റെ കാര്യങ്ങളും കൂടെ നോക്കാം. ഇതിലും ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്, നമുക്ക് കയറിയിരുന്ന് കൊണ്ട് നോക്കാം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് വന്നുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്കിതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. കണ്ടോ, ഇവിടെ റൈഡ് കണക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം വരുന്നത് ആ ഒരു ടോപ്പ് വേരിയൻറ്റിലാണ്. പിന്നെ സുസുക്കിയുടെ ചെറിയൊരു ലോഗോ കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ചെറിയൊരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് ഫോണിൽ കുറേ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. ഫോണിൽ നമുക്ക് ഇത് ലാസ്റ്റ് പാർക്ക് ചെയ്ത ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ നമുക്കിതിൽ വെതർ അറിയാൻ പറ്റും. അതുപോലെ തന്നെ കലണ്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ ആവറേജ് ഫ്യൂൽ എക്കോണമി കാര്യങ്ങളെല്ലാം ഇതിൽ ഇപ്പം ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ അറിയാൻ വേണ്ടി പറ്റും. ഇത് നോർമൽ ഒരു ഡിസ്പ്ലേ തന്നെയാണ്. അതിൻ്റെ ഒരു മോഡ് ബട്ടനും സെലക്ട് ബട്ടനുമാണ് ഈ സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ബാക്കി സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇതാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹസാർഡിൻ്റെ ആ ഒരു അഡീഷൻ കൂടെ ഇതിൽ വന്നിട്ടുണ്ട്. സ്വിച്ചസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വന്നുള്ളത്. പിന്നെ ഇവിടെ വന്നുള്ളൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഒരു ഡെഡിക്കേറ്റഡ് ഹാൻഡ് ബ്രേക്കും കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് മുമ്പ് ഇങ്ങനെ ഒരു ഹാൻഡ് ബ്രേക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ഈ ഒരു ഡിസ്ക് വരുന്ന മോഡൽസിൽ. അപ്പോൾ നമുക്കൊരു ഹാൻഡ് ബ്രേക്കും കൂടെ അഡീഷണലി കൊടുത്തിട്ടുണ്ട്. പിന്നുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം സൈഡ് സ്റ്റാൻഡ് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പഴയ ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടായിരുന്നു. നമുക്ക് ആ ഒരു സെൽഫ് മോട്ടർ കിടന്ന് അടിക്കുന്ന ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് നോക്കട്ടോ. ആ ഒരു എഞ്ചിൻ സൗണ്ട് ഒന്ന് കേട്ട് നോക്കൂ. ഉണ്ടോ, നല്ല സൈലൻ്റ് ആയിട്ടാണ് വണ്ടി സ്റ്റാർട്ടാണത്. നമുക്ക് മുമ്പത്തെ പോലെ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ക സൈലൻ്റ് ആയിട്ടാണ് എന്നല്ല പറയുന്നത്, ഒരു ചെറിയൊരു സൗണ്ട് മാത്രമേ ഉള്ളൂ. ആ ഒരു സെൽഫിൻ്റെ ചെറിയൊരു സൗണ്ട് മാത്രമാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ ഒരു എഞ്ചിൻ സൗണ്ട് നമുക്ക് ആക്സിലേറ്റർ ചെയ്യുമ്പോൾ അതാണ് സൗണ്ട് വരുന്നത്. സൗണ്ട് കുറച്ചും കൂടെ ഒന്നൊരു പതിഞ്ഞ സൗണ്ടായിരുന്നു. മുന്നത്തിനേക്കാളും അത്രയും ഒരു ഭയങ്കര സൗണ്ടായിട്ട് നോയ്സ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഒരു കുറച്ചും കൂടെ സ്വീറ്റ് ആയിട്ടുള്ള സൗണ്ടായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ ആക്സസ് 125 കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വണ്ടി ഒന്ന് ഓടിച്ചും കൂടെ നോക്കാം. വണ്ടി ഓടിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കൂടെ ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം കേട്ടോ.
സോ അങ്ങനെ നമ്മൾ 2025 മോഡൽ ആക്സസ് 125 ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് ഓടിക്കുന്ന സമയത്ത് നമുക്ക് പഴയ ആക്സസ് മുന്നത്തെ മോഡൽ ആക്സസ് ഓടിക്കുന്ന ആ ഒരു ഏകദേശം ആ ഒരു സെയിം കണ്ടീഷൻ തന്നെയാണ് മൊത്തത്തിൽ. പിന്നെ ഒരു 1 Nm ടോർക്ക് എന്തായാലും കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം ചെറിയ രീതിയിൽ നമുക്കൊരു പവർ കൂടുതലായിട്ട് എന്തായാലും ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യും. ബാക്കി ഹാൻഡ്ലിങ്ങും കാര്യങ്ങളും റൈഡിങ് കംഫർട്ടും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ചെറിയൊരു എനിക്ക് മുന്നത്താണ് കുറച്ചും കൂടെ ആ ഒരു ഹാൻഡ്ലിങ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ബാക്കി കംഫർട്ടും കാര്യങ്ങളൊന്നും മോശമല്ല, നല്ല കംഫർട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബ്രേക്കിങ്ങും തന്നെ നോർമലി നമുക്ക് മുന്നത്തെ പോലെ തന്നെയുള്ള ഒരു ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ വണ്ടി കുറച്ചൊന്ന് ഒതുങ്ങിയ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡയമെൻഷൻസിൽ അങ്ങനെ വലിയ മാറ്റങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ പോലും നമുക്ക് വണ്ടി ഒന്നും കൂടെ ഒരു ചെറുതായ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ശരിക്കും ലേഡീസിന് കുറച്ചും കൂടെ ഈസി യൂസ് ആയിരിക്കും. പിന്നെ വലിയ വണ്ടി അത്രത്തോളം ഹെവിയുമല്ല. അപ്പം ആ ഒരു ബെനിഫിറ്റ് എന്തായാലും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ആക്സസ് 125ൻ്റെ 2025 മോഡൽ നോക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഞാൻ ഇവിടെ താഴെ വീഡിയോയിൽ നമ്മുടെ സുസുക്കി ഷോറൂമിലെ നമ്പർ എന്തായാലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും എൻക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കൊണ്ട് കാണാം. അതിലേക്കും ബൈ.